യഥാർത്ഥ ഭക്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളിമത്വം ഉണ്ടായിരിക്കണം, വിനയാന്വിതനായിരിക്കണം, അഹങ്കാരം പാടില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നു. അതുകൊണ്ട് ഭക്ത സമൂഹത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഒരു ദാസ്യഭാവത്തിലോട്ട് പോകും. എന്തിനു വേണ്ടി? പറച്ചിലിന് വേണ്ടി മാത്രം. നമ്മൾ പറയും നമ്മളാരുമല്ല, നമ്മളൊക്കെ വളരെ നിസ്സാര വ്യക്തികളല്ലേ. പക്ഷെ ഉള്ളിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? അവിടെയാണ് പ്രശ്നം. നമ്മൾ ഉള്ളിൽ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഉള്ളിലും അങ്ങനെ ആയിരിക്കണം നമ്മുടെ ചിന്ത. അത് മറ്റുള്ളവരോട് പറയാൻ വേണ്ടിയോ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല, എപ്പോഴും അതായിരിക്കണം നമ്മുടെ ചിന്ത. ത്രിനാഥപി സുനീചേന ധരോരപി സൃഷ്ണ അമാനിന മാനദേന കീർത്തനീയ സദാഹരി. അന്നേരം അപ്പോഴാണ് നാമജപം കറക്റ്റ് ആവുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ വെറും പുല്ലിനെക്കാട്ടിയും തുച്ഛമാണ് ഞാൻ എന്നായിരിക്കണം നമ്മുടെ ചിന്ത. അതുകൊണ്ടാണ് ഗുരുഭൂതന്മാരുടെ മുമ്പിൽ വരുമ്പോൾ പൊതുവെ ഒരു പുല്ലും കടിച്ചുകൊണ്ടാണ് നമ്മൾ വരേണ്ടതെന്നാണ് പറയുന്നത്. ഗോസ്വാമിമാരൊക്കെ ചൈതന്യ മഹാപ്രഭുവിന്റെ മുമ്പിൽ വരുമ്പോൾ വായിക്കാത്തൊരു പുല്ലും കടിച്ചു പിടിച്ചുകൊണ്ടാണ് വരുന്നത്. എപ്പോഴും ഗുരുവിന്റെ മുമ്പിൽ വരുമ്പോൾ അങ്ങനെ വരണമെന്നാണ് പറയുന്നത്. അത് ഇന്നത്തെ കാലത്ത് പ്രാക്ടിക്കൽ അല്ല. പക്ഷെ പുല്ല് കടിച്ചു പിടിച്ചാൽ ഇല്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ദൃഢമാണെന്ന് നമ്മൾ സ്വയം ചിന്തിക്കുക. നമ്മൾ മൃഗത്തെക്കാട്ടിയും താഴ്ന്ന ബോധത്തിലാണ് നമ്മൾ മനസ്സിലാക്കുക.